ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. GK സിംപ്ലിഫൈഡിൻ്റെ പുതിയൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എക്കണോമിക്സിൻ്റെ ബേസ് ബിൽഡ് ചെയ്യുന്ന നമ്മുടെ സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ ആദ്യം എക്കണോമി വേഴ്സസ് എക്കണോമിക്സ് എന്നൊരു സാധനം കണ്ടു, നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമ്മൾ എക്കണോമിക്സിലേക്ക് വന്നു. അതിൽ തന്നെ മൈക്രോ എക്കണോമിക്സ് വേഴ്സസ് മാക്രോ എക്കണോമിക്സ് നമ്മൾ കണ്ടു, അതും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സാധനമൊക്കെ അത്യാവശ്യം നല്ല ഹെൽപ്ഫുള്ളായി എന്നറിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിർത്തിയത് പലതരം എക്കണോമി ഉണ്ട് ഈ ലോകത്ത്, പലതരം സമ്പദ് വ്യവസ്ഥകൾ, സമ്പദ്ഘടനകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ ഒരു ചിത്രമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അവസാനം പറഞ്ഞു നിർത്തിയത്. അതായത് പ്യുവർ ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യം, അല്ലെങ്കിൽ പ്യുവർലി ഒരു സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള രാജ്യം, രണ്ടിൻ്റെയും നടുക്ക് നിൽക്കുന്ന ഒരു രാജ്യം. അപ്പോൾ എന്നോട് പലരും ചോദിച്ചൊരു കാര്യം, അങ്ങനെയാണോ? അപ്പോൾ അമേരിക്കയിൽ സോഷ്യലിസം ഇല്ല എന്നാണോ? അല്ലെങ്കിൽ ചൈനയിൽ ക്യാപിറ്റലിസം ഇല്ല എന്നാണോ? ചൈനയിൽ ക്യാപിറ്റലിസം ഇല്ലെങ്കിൽ അവിടെ ആലിബാബ പോലുള്ള ജാക്മ പോലുള്ള വ്യക്തികൾ എങ്ങനെ വരുന്നത്? ആലിബാബ പോലുള്ള കമ്പനി എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും ഒരു മിക്സഡ് രാജ്യങ്ങളുടെ രീതിയിലേക്ക് പോകുന്നത്. എന്നാൽ അമേരിക്ക, ജപ്പാൻ, സൗത്ത് കൊറിയ, വെസ്റ്റേൺ യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ ക്യാപിറ്റലിസം കുറച്ചുകൂടെ കൂടുതലാണ്. ഈ പറയുന്ന രാജ്യങ്ങളിൽ കമ്മ്യൂണിസത്തിൻ്റെ, സോഷ്യലിസം എന്ന് പറയുന്ന സൈഡ് കുറച്ചുകൂടെ കൂടുതലാണ്. അതല്ലാതെ പ്യുവർലി ക്യാപിറ്റലിസ്റ്റ്, പ്യുവർലി സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന രാജ്യങ്ങളിൽ ഇന്ന് ഏറെക്കുറെ എല്ലാം മിക്സഡ് എക്കണോമീസ് തന്നെയാണ്. പിന്നെ മിസൈൽമാൻ്റെ നോർത്ത് കൊറിയ, അത് നമുക്ക് ലോകരാജ്യങ്ങളിലൊന്നായിട്ട് കണക്ക് കൂട്ടാൻ സാധിക്കില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി പറയാനില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഇംഗ്ലീഷ് കാണാം, പിന്നീട് ഞാനത് മലയാളം ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ലോകത്ത് ആകമാനമുള്ള എക്കണോമിക് സിസ്റ്റങ്ങളെ വി ക്യാൻ ഡിവൈഡ് ഇറ്റ് ഇൻ ടു 3. ഒന്ന് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി, ഓക്കെ. മറ്റൊന്ന് സോഷ്യലിസ്റ്റ് എക്കണോമി. രണ്ടാശയങ്ങളും കൂടെ ചേർന്നുണ്ടാകുന്ന സാധനത്തിനെ നമുക്ക് മിക്സഡ് എക്കണോമി എന്ന് വിളിക്കാം. എന്താണ് ഈ ഒരു ഡിവിഷൻ്റെ ഫണ്ടമെൻ്റൽ? എന്താണ് ക്യാപിറ്റലിസം, എന്താണ് സോഷ്യലിസം, എന്താണ് മിക്സഡ് എക്കണോമി, എന്താ ഇതിൻ്റെ ഒരു രീതി? അതായത് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, നമ്മളിന്ന് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന സാധനത്തിനെ പറ്റി പഠിക്കും. അതിൻ്റെ ഓണർഷിപ്പ് ആരൊക്കെയാണ്? അതായത് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന സാധനം, ഓരോ സാധനം ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, ഇതിൻ്റെ ഓണർഷിപ്പ് ഏത് വ്യക്തിയുടെ കയ്യിലാണ്? വ്യക്തികളുടെ കയ്യിലാണോ, ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണോ? അതായത് പ്രൈവറ്റ് ഓണർഷിപ്പാണ് ഉള്ളതെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആയിരിക്കും, ലാഭമായിരിക്കും. ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണെങ്കിൽ, കളക്റ്റീവ് ഓണർഷിപ്പ് ആണെങ്കിൽ ലാഭത്തേക്കാൾ കൂടുതൽ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വെൽഫെയർ ആയിരിക്കും. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇന്ത്യൻ റെയിൽവേസ് നമുക്ക് എടുക്കാം. ഇന്ത്യൻ റെയിൽവേയിൽ IRCTC എന്ന് പറയുന്ന സാധനമുണ്ട്, നിങ്ങൾക്കറിയാലോ. IRCTC അതിൻ്റെ കുറച്ച് പോർഷൻസ് പ്രൈവറ്റൈസ് ചെയ്തപ്പോൾ ഇപ്പോൾ ക്ലീനിങ്, ബാക്കി കാര്യങ്ങളൊക്കെ ഭയങ്കര വൃത്തിക്ക് നടക്കുന്നുണ്ട്. നമ്മൾ കംപ്ലയിൻറ്റ് വിളിച്ച് പറഞ്ഞാൽ അപ്പോൾ തന്നെ ആളുകൾ വരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മുടെ നാട്ടിൽ ഈ സാധനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വന്ദേ ഭാരത് എന്ന് പറയുന്ന സാധനത്തിൽ വിളിച്ച് പറയുമ്പോൾ തന്നെ കംപ്ലയിൻറ്റ് സോൾവ് ചെയ്യപ്പെടുന്നു. അപ്പോൾ പ്രൈവറ്റ് ഓണർഷിപ്പിലിരിക്കുമ്പോൾ അവരുടെ ഉദ്ദേശം ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ സർവീസിന് കുറച്ച് വില കൂടുതലായിരിക്കും, പക്ഷേ ആ സർവീസ് അവർ കൃത്യമായിട്ട് ചെയ്യും. എന്നാൽ ഇതേ സമയം നമ്മളൊരു ലോക്കൽ ട്രെയിൻ കയറി കഴിഞ്ഞാൽ, അതിൻ്റെ ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ കൾച്ചർ മുഴുവൻ നമുക്ക് ആ ട്രെയിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഗതി കെട്ടുന്ന ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ എന്തിനാണോ പോയത് അത് നമ്മൾ മറന്നു പോകും, നമ്മൾ തിരിച്ചു വരും. കാരണം എന്താണ്? അവർ വെൽഫെയർ ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ ഈ സാധനം നമ്മൾ കാണിക്കുക എന്നുള്ളതല്ല വെൽഫെയർ. ലാഭം എന്നുള്ളത് പറയാത്തത് കൊണ്ട് തന്നെ ഇന്നും 5 രൂപയ്ക്കും 10 രൂപയ്ക്കൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ സാധിക്കും. ഞാൻ അതിനെ കുറച്ച് കാണിക്കുകയോ അല്ലെങ്കിൽ കാശുകാരന്മാർ മാത്രം യാത്ര ചെയ്താൽ മതി എന്നല്ല പറയുന്നത്. അതിൻ്റെ ഒപ്പം അതിൻ്റെ ഈ പ്രൈവറ്റ് കമ്പനിയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. എന്താ അഡ്വാൻറ്റേജ്? അതിൻ്റെ ഒരു സർവീസ് സൈഡ്, അത് നോക്കപ്പെടുന്നില്ല. അപ്പോൾ ഇൻ ജനറൽ നമുക്ക് പറയാം, ഇഫ് ദ റിസോഴ്സസ് ആർ അണ്ടർ പ്രൈവറ്റ് ഓണർഷിപ്പ് ദേ വിൽ ബി പ്രോഫിറ്റ്. അവരുടെ മോട്ടീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആയിരിക്കും. their work will be profit oriented, their service will be profit oriented എന്ന് പറയാം. ഇനി if they are under collective ownership or government ownership, their intention would be welfare. ക്ലിയർ ആണോ? റെയിൽവേസ് നല്ലൊരു ഉദാഹരണമാണ്. 3 types of economic systems are based on the degree of individual freedom and profit motive. നമ്മൾ ഈ പറയുന്ന ഓരോ വ്യക്തിക്ക് എത്രത്തോളം സ്വാതന്ത്ര്യമുണ്ടെന്നും എത്രത്തോളം ലാഭേച്ഛയോടെയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്യാപിറ്റലിസ്റ്റ്, സോഷ്യലിസ്റ്റ്, അതുപോലെ മിക്സഡ് എക്കണോമി എന്നുള്ള രീതിയിൽ തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മലയാളം എന്താണെന്ന് ചോദിക്കാൻ ടെൻഷൻ അടിക്കേണ്ട, അവസാനം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് എൻ്റെ മലയാളം. ശ്രദ്ധിച്ചോളുക. ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ഈസ് എ ഫ്രീ എക്കണോമി, ലൈസേ ഫെയർ എക്കണോമി. ലൈസേ ഫെയർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഫാദറിൻ്റെ പേര് ഓർമ്മ വരും. എക്കണോമിക്സിൻ്റെ ഫാദറായിട്ടുള്ള ആഡം സ്മിത്ത് ഏട്ടനെ നമുക്ക് ഓർമ്മ വരും. അദ്ദേഹമാണ് ലൈസേ ഫെയർ എന്ന് ആദ്യം പറഞ്ഞത്. അതായത് ദ റോൾ ഓഫ് ദ ഗവൺമെൻറ് ഈസ് മിനിമം, അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്.
ആർക്കാണ് കൂടുതൽ റോള്? ഫ്രീ ആയിട്ട് വിടുക, മാർക്കറ്റിനെ ഫ്രീ ആയിട്ട് വിടുക. മാർക്കറ്റിനെ അവർ വിളിക്കുന്നത് എന്താണെന്നറിയോ? ഇറ്റ് ഈസ് ദ ഇൻവിസിബിൾ ഹാൻഡ് എന്നാണ്. കാണാൻ കഴിയാത്ത അദൃശ്യമായിട്ടുള്ള കരങ്ങൾ, അദൃശ്യ കരങ്ങൾ താങ്ങി നിർത്തുന്നു. അത് മാർക്കറ്റാണ്. മാർക്കറ്റിന്റെ ഡിമാൻഡിനും സപ്ലൈക്കും അനുസരിച്ച് പോട്ടെ. അപ്പോൾ ഹൂ ഈസ് കോൾഡ് ഫാദർ ഓഫ് എക്കണോമിക്സ്? അദ്ദേഹം തന്നെയാണ് ഫാദർ ഓഫ് ക്യാപിറ്റലിസം എന്നറിയപ്പെടുന്നത്. ക്യാപിറ്റലിസത്തിന്റെ പിതാവ് ആഡം സ്മിത്ത് ആണ്. കേട്ടോ, സ്റ്റേറ്റിന്റെ റോള് മിനിമലാണെന്ന് പറയുന്നു. എന്തൊക്കെയാണ് ക്യാപിറ്റലിസത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ? ഒന്ന്, ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ പ്രൈവറ്റ്ലി ഓൺഡ്. പ്രൈവറ്റ് ഓണർഷിപ്പിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം. പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിരിക്കും അവരുടെ പ്രവർത്തനം. ദെയർ ഗോൾഡൻ റൂൾ വിൽ ബി ടു മാക്സിമൈസ് പ്രോഫിറ്റ്. വെൽഫെയർ എന്നുള്ള സാധനമല്ല, നല്ല സർവീസ് കൊടുക്കുക, മാക്സിമം ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. മൂന്ന്, ദർ ഈസ് ഫ്രീ കോമ്പറ്റീഷൻ. ആസ് ഗവൺമെൻറ് കനോട്ട് പ്രിവെൻറ്റ് ഫോംസ് ഫ്രം ബൈയിങ് ഓർ സെല്ലിങ്. ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ മിനിമൽ ആയതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് കട്ട് റോഡ് കോമ്പറ്റീഷൻ ആയിരിക്കും, ഭയങ്കര പീക്കിലായിരിക്കും. ഹെൽത്തി ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള കോമ്പറ്റീഷൻ കാണാൻ പറ്റും. എപ്പോഴെങ്കിലും വീണ് പോയി കഴിഞ്ഞാൽ വീണുപോയി. ആ ഓട്ടത്തിൻ്റെ കൂടെ ഓടിയില്ലെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. 4, ഫ്രീഡം ഓഫ് ചോയ്സ് ആൻഡ് എൻ്റർപ്രൈസ്. എനിക്കിഷ്ടമുള്ള സാധനം എനിക്ക് വാങ്ങാം. നോർത്ത് കൊറിയയിൽ ചേട്ടൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടെന്ന്, നമുക്ക് വായിച്ചുള്ള അറിവുള്ളൂ. ഹെയർ കട്ടുകൾ വരെ അവിടെ ലിമിറ്റഡ് ആണ്. 3-4 സ്റ്റൈല് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. എനിക്ക് ഫ്രീഡം ഓഫ് എൻ്റർപ്രൈസ്, ഇഷ്ടമുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാൻ പറ്റൂ. ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ആർട്ടിക്കിൾ പറയുന്നത് ഇഷ്ടമുള്ള യൂണിയൻ തുടങ്ങാം, അസോസിയേഷൻ തുടങ്ങാം. ഇന്ത്യൻ ഭരണഘടനയുടെ അതേ ആർട്ടിക്കിളിൽ മറ്റൊരു പോർഷൻ പറയുന്നുണ്ട് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാം. ഏത് ആർട്ടിക്കിളാണ്, ഏത് സബ് ക്ലോസ് ആണ് എന്നൊന്നും ഓർമ്മയുള്ളവർ പറയുക. കൃത്യമായിട്ട് ഏതാണ് സബ് ക്ലോസ് എന്ന് പറയുക. ഇഷ്ടമുള്ള പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യാനുള്ള ആർട്ടിക്കിൾ, ഇഷ്ടമുള്ള ഒരു യൂണിയൻ അസോസിയേഷൻ തുടങ്ങാനുള്ള ആർട്ടിക്കിൾ. അത് എവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല? ഈ സോഷ്യലിസ്റ്റ് എക്കണോമി മാത്രമാണെങ്കിൽ അവിടെ കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇന്ത്യൻ എക്കണോമിയിൽ കുറച്ചിത് കാണാൻ സാധിക്കും. അതിനർത്ഥം ഇന്ത്യൻ എക്കണോമി കംപ്ലീറ്റ്ലി ക്യാപിറ്റലിസ്റ്റിക് ആണോ? ഉത്തരം പറഞ്ഞുതരാം കേട്ടോ, പറഞ്ഞുതരാം. വാട്ട് ആർ ദ അതർ ഫീച്ചേഴ്സ്? വായിച്ചേ. അടുത്ത അതർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? കൺസ്യൂമേഴ്സ് ആർ ഫ്രീ ടു ബൈ എനി കമ്മോഡിറ്റി. ഇഷ്ടമുള്ള സാധനം മേടിക്കാം, ഇന്നത് മേടിക്കണം എന്ന് ലിമിറ്റേഷൻ ഇല്ല. BSNL മാത്രമുള്ള കാലത്ത് BSNL ഓഫീസിലേക്ക് കയറി ചെന്ന് റേഞ്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതങ്ങനെയാണ് എന്ന് മറുപടി പറഞ്ഞ ഒരു ചേട്ടനെ ഞാനിപ്പോൾ ഓർക്കുവാണ്. ഇന്ന് BSNLന്റെ റിലവൻസ് എന്ന് പറയുന്നത് കൂക്കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആണോ? അടുത്തത്, ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 ക്ലാസസ്. ഹാവ്സ്, ഉള്ളവർ, ഹാവ് നോട്ട്സ്. ഇത് പറഞ്ഞത് വേറെ ആരും ഇല്ല കേട്ടോ, ഇത് പറഞ്ഞത് കാൾ മാർക്സ് ആണ്. ഇത് പറയുമ്പോഴത്തേക്കും അതും ആഡം സ്മിത്തിന് കൊടുക്കണ്ട. കാൾ മാർക്സ് എന്ന് പറയുന്ന വ്യക്തിയെ നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ, ക്യാപിറ്റലിസ്റ്റിൻ്റെ വല്ലാത്തൊരു ക്രിട്ടിക്കായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് സൊസൈറ്റിയെ 2ആയിട്ട് തരംതിരിക്കാം, ഉള്ളവനും ഇല്ലാത്തവനും. ഇല്ലാത്തവൻ ഈ എക്കണോമിയിലൊന്നുമല്ല, ഉള്ളവന് ഈ എക്കണോമിയിലെല്ലാം കിട്ടിക്കൊണ്ടിരിക്കും. എന്തൊക്കെയാണ് ഈ സിസ്റ്റത്തിൻ്റെ മെറിറ്റ്? ഉറപ്പായിട്ട് ക്യാപിറ്റൽ സിസ്റ്റത്തിന് അതിൻ്റേതായിട്ടുള്ള മെറിറ്റ് ഉണ്ട് കേട്ടോ, മെറിറ്റ് ഡിമെറിറ്റ് ഉണ്ട്. എന്തൊക്കെയാണ് മെറിറ്റ്? ഇതൊക്കെയാണ് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ മെറിറ്റ്സ് അല്ലെങ്കിൽ ഡിമെറിറ്റ്സ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം? 1, 2, 3, 4. അതിൽ കുറച്ച് സോഷ്യൽ സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സും കൂടെ കയറ്റി തരും. അപ്പോൾ ഫീച്ചേഴ്സ് സർഫസ് ലെവലിൽ അറിയാമെങ്കിൽ തന്നെ എളുപ്പത്തിൽ ഉത്തരത്തിലേക്ക് എത്താം. 1, ഓട്ടോമാറ്റിക് വർക്കിംഗ്. അതായത് അതിങ്ങനെ കൃത്യമായിട്ട് എണ്ണയിട്ട് കൊടുത്ത മെഷീൻ പോലെ പ്രവർത്തിച്ചോളും. ദർ ഈസ് നോ നീഡ് ഫോർ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഈസ് വെരി മിനിമൽ. നമ്മുടെ മോഡി സർക്കാർ പറയാറില്ലേ, മിനിമം ഗവൺമെൻറ് മാക്സിമം ഗവർണൻസ്. ഗവൺമെൻറ്റിൻ്റെ റോൾ ഇടപെടൽ കുറയ്ക്കുക. അതെന്തിൻ്റെ ഫീച്ചറാണ്? അത് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഫീച്ചറാണ്. 2, എഫിഷ്യൻറ്റ് ഓർ ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സസ്. റിസോഴ്സിനെ അങ്ങേയറ്റം ഉപയോഗിച്ചിട്ടേ അവർ കളയുള്ളൂ. ഏറ്റവും വൃത്തിക്ക് ഉപയോഗിക്കുന്നത് അവരായിരിക്കും. നിങ്ങളൊരു ഗവൺമെൻറ് ഓഫീസിലേക്ക് കയറി ചെല്ലുക, അതേ സർവീസ് കൊടുക്കുന്ന പ്രൈവറ്റ് ഓഫീസിലേക്ക് കയറി ചെല്ലുക, അവിടെ പേപ്പർ ഉപയോഗിക്കുന്നത് തൊട്ട് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഓരോരോ സാധനങ്ങൾ എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊരു നെഗറ്റീവ് സാധനമാണോ? ഇതൊരു നെഗറ്റീവ് സാധനമാണ്. കാരണം എന്താ, നമ്മളെപ്പോലുള്ള ഹ്യൂമൻ റിസോഴ്സ് എക്സ്ട്രീംലി ക്യാപിറ്റൽ സൊസൈറ്റിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യപ്പെടും. ചൂഷണത്തിനെതിരെ ഒരു ഫണ്ടമെൻ്റലായിട്ട് ആർട്ടിക്കിളില്ലേ, അത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇതിന് അതിൻ്റേതായിട്ടുള്ള ഡീമെറിറ്റും ഉണ്ട്. ഒപ്റ്റിമം ബ്യൂട്ടിഫുൾ ആയിട്ട് റിസോഴ്സിനെ ഉപയോഗിക്കുന്നുണ്ട്, ചില സമയത്ത് അത് ഓവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പ്രശ്നം നമുക്ക് കാണാം. 3, ഇൻസെൻറ്റീവ്സ് ഫോർ ഹാർഡ് വർക്ക്. ഓൺടർപ്രണേഴ്സ് ഗെറ്റ് പ്രോഫിറ്റ്. ഇൻ്റർനെറ്റ് എന്നൊരു സാധനം വന്നപ്പോൾ, www എന്നൊരു സാധനം വന്നപ്പോൾ, ഫേസ്ബുക്ക് വന്നപ്പോൾ, വാട്സപ്പ് വന്നപ്പോൾ, ഇപ്പോൾ മെറ്റ വന്നപ്പോൾ, ഇൻസ്റ്റഗ്രാം വന്നപ്പോൾ, അല്ലെങ്കിൽ ടിക്ടോക്ക് വന്നപ്പോൾ, കഷ്ടപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ പുതിയൊരു ഐഡിയ കൊണ്ട് വരുന്ന ആളുകൾ, ഓല എന്ന് പറയുന്ന ഒരു സ്കൂട്ടർ, അല്ലെങ്കിൽ ഊബർ ഈറ്റ്സ്, അല്ലെങ്കിൽ സ്വിഗ്ഗി, സൊമാറ്റോ, ഇതൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ ഐഡിയ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, സംരംഭകർ രക്ഷപ്പെടും.
സംരംഭകർ രക്ഷപ്പെടും. ഹാർഡ് വർക്കിന് നല്ല റിട്ടേൺ കിട്ടും. നിങ്ങളൊരു ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ നിങ്ങൾക്കറിയാം, ചില പ്രൈവറ്റ് സ്ഥാപനങ്ങൾ അങ്ങനെയാണ്. നമ്മളെ എത്ര പണിയെടുത്തിട്ട് കാര്യമില്ല. നമ്മൾ 10 പേരുണ്ട്, അതിൽ 6 പേര് അടിമപ്പണി എടുക്കും, 4 പേര് ചുമ്മാ ഇരിക്കും. അവസാനം എല്ലാവർക്കും കിട്ടുന്നത് ഒരേ പ്രൊമോഷൻ ഇൻ ടേംസ് ഓഫ് പൊസിഷൻ അല്ലെങ്കിൽ സാലറി. അപ്പോൾ അത് ആക്ച്വലി ഡിസ്കറേജ് ചെയ്യുന്നൊരു സാധനമാണ്. കൺസ്യൂമേഴ്സ് സോവറിനിറ്റി, നമ്മുടെ ഉപഭോക്താക്കൾക്ക് ഒരു പരമാധികാരമുണ്ട്. നമ്മളെന്ത് മേടിക്കണം എന്ന് ഒരിക്കലും സ്റ്റേറ്റ് പറയില്ല, നമ്മുടെ ഇഷ്ടമാണ്. BSNL മാത്രമേ ഉള്ളൂ ആ മേഖലയിലേക്ക് പ്രൈവറ്റൈസേഷൻ നടത്തുന്നില്ലെങ്കിൽ BSNL മാത്രം ഉപയോഗിക്കേണ്ടി വരില്ലേ? എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ BSNL കുറ്റം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല വിഷമമുണ്ട്, എന്നെ കുറേ ഉപദ്രവിച്ചിട്ടുണ്ടാവും കേട്ടോ. ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ ടെക്നോളജി, പുതിയ ടെക്നോളജികൾ ഇവോൾവ് ആകും. കാരണം കോമ്പറ്റീഷൻ കൂടുതലാണ്. പിടിച്ചു നിൽക്കണമെങ്കിൽ പുതിയ ടെക്നോളജികൾ ഉണ്ടായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ അതിൻ്റെ മെറിറ്റ്സ് ആണ്. വാട്ട് ആർ ദ ഡീമെറിറ്റ്സ്? എന്തൊക്കെയാണ് അതിൻ്റെ മോശം സൈഡ്? അതും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത്, ഒരു DPSPയിൽ എടുത്തു പറയുന്നുണ്ട് പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത്. അധികാരം അല്ലെങ്കിൽ സമ്പത്ത് ചില വ്യക്തികളിലേക്ക് കുമിഞ്ഞുകൂടുന്നത് തടയുക. ഏത് DPSP ആണെന്ന് പറയണേ, ഇതൊക്കെ ഒന്ന് കമൻ്റായിട്ട് പറയണം. പോളിറ്റിയിൽ നമ്മൾ ലിങ്ക് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അതായത് വരുമാനം എന്ന് പറയുന്നത് ചില ആളുകളുടെ കയ്യിലായിരിക്കും. ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഗ്യാപ്പ് കൂടി വരും. ഇല്ലാത്തവൻ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കും, ഉള്ളവൻ്റെ കയ്യിൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കും. 2, വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ്. ചില മാർക്കറ്റിംഗ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, ഹൈദരാബാദ് അശോക് നഗർ എന്നുള്ള സ്ഥലത്ത് പോവുക, അല്ലെങ്കിൽ ഡൽഹിയിൽ രാജേന്ദ്ര നഗർ എന്നുള്ള സ്ഥലത്ത് പോവുക. തിരുവനന്തപുരം ആ രീതിയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ ഓരോ കടമുറിയും ഓരോ അക്കാഡമികളാണ്. ഓരോ കടമുറിയും ഓരോ അക്കാഡമി ആകുമ്പോൾ അവിടെ മൊത്തം നിങ്ങൾക്ക് ഒരു 500 അക്കാഡമീനെ കാണാൻ സാധിക്കും. ഒരു 100 മീറ്ററിൽ ഒരു 500 അക്കാഡമി, അതിൻ്റെ ഒരു 5000 ഫ്ലെക്സ്. എത്രത്തോളം സാധനമാണ് വേസ്റ്റ് ചെയ്യപ്പെടുന്നത്. സോ നല്ല കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ റിസോഴ്സ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കപ്പെടും, മറ്റൊരു സൈഡിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് കോമ്പറ്റീഷൻ ഏറ്റവും മുകളിലേക്ക് നിൽക്കാൻ അഡ്വർടൈസ്മെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എത്രത്തോളം സാധനങ്ങളാണ് വേസ്റ്റ് ചെയ്യപ്പെടുന്നത്. നമുക്കും പലപ്പോഴും തോന്നിയിട്ടില്ല, ഇത്രയൊക്കെ പരസ്യത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നമുക്ക് തോന്നിയിട്ടില്ലേ? യെസ്, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് പ്രൊഡക്ട്സ്. ഒരു സാധനത്തിന് ഡിമാൻഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ പല വേർഷൻസ് അടിച്ചുവിടും. അതിൽ നല്ല ആളുകളാണ് ചൈനക്കാർ കേട്ടോ. ഒരു സാധനം നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ടെസ്ല വന്നപ്പോൾ ബിഡ് വന്നു, ടെസ്ലയുടെ മാർക്കറ്റ് ഇടിഞ്ഞു. റെഡി? ക്ലാസ് സ്ട്രഗിൾ, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ളത് കൊണ്ട് സൊസൈറ്റിയിൽ എപ്പോഴും ഈ പറയുന്നൊരു ക്ലാസ് സ്ട്രഗിൾ ഉണ്ടാവും. ഇതിൽ നിന്നുമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം ആക്ച്വലി ജനിച്ചു വന്നത് കേട്ടോ. കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം ജനിച്ചു വന്നത്. 4, even the harmful goods are produced if there is possibility to make profit. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലേ? മദ്യനിരോധനം മറ്റൊരു DPSP ആണ്, അറിയാമെങ്കിൽ പറയുക. മദ്യനിരോധനം നടത്തേണ്ടുന്ന ആളുകൾ തന്നെ, മദ്യം കുടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആളുകൾക്ക് വയ്യാണ്ടാവും. അപ്പോൾ മദ്യനിരോധനം നടത്തേണ്ടുന്ന സർക്കാർ തന്നെ പല ബ്രാൻഡുകളെ പ്രൊമോട്ട് ചെയ്യുന്നു. സ്വന്തമായിട്ട് കേരളത്തിന് സ്വന്തമായിട്ട് ഒരു ബ്രൂവറി വേണം. നമ്മളെന്തിനാണ് തമിഴ് മദ്യവും തെലുങ്ക് മദ്യവും കുടിക്കുന്നത്? വൈ നോട്ട് അവർ ഓൺ മദ്യം, മലയാളി മദ്യം ഉണ്ടാക്കാം. അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. പുകയിലയുടെ പല സാധനങ്ങൾ, ചിലത് ഇല്ലീഗലാണ്, ചിലത് ലീഗലാണ്. ലീഗലായിട്ടുള്ള സാധനങ്ങൾ പല കളറിൽ പല ഫ്ലേവറുകളിൽ പുറത്തേക്ക് വരുന്നു. സാധനം മോശമാണ്, പക്ഷെ പ്രോഫിറ്റ് ഉണ്ട്. അതാണ് കാര്യം. ക്ലിയർ ആണോ? നമുക്കറിയാം US, കാനഡ ആ പ്രദേശം, വെസ്റ്റേൺ യൂറോപ്പിലെ ചില രാജ്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഏഷ്യയിലുള്ള സിംഗപ്പൂർ, ജപ്പാൻ, സൗത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ. ഓക്കെ, സോഷ്യലിസ്റ്റ് എക്കണോമിയിലേക്ക് നമുക്ക് വരാം. സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ ഈ പറയുന്ന മീൻസ് ഓഫ് പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ റിസോഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് അതൊരു കളക്റ്റീവ് ഓണർഷിപ്പ് ആയിരിക്കും, കൂട്ടായിട്ടായിരിക്കും. എന്ന് പറയുമ്പോൾ ആരായിരിക്കും? ഗവൺമെൻറ് ആയിരിക്കും. ദ ഗവൺമെൻറ് ഓൺസ് ആൻഡ് കൺട്രോൾസ് ദ റിസോഴ്സസ്. ക്ലിയർ ആണോ? ഡിസിഷൻസ് ആർ മെയ്ഡ് ബൈ ദ സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റി. ഇപ്പോൾ USSRലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും ഇന്ത്യ അഡോപ്റ്റ് ചെയ്തൊരു ഫീച്ചറാണ്. കുറേ കഴിയുമ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നൊരു സാധനമാണ് പ്ലാനിംഗ് കമ്മീഷൻ, ആസൂത്രണ കമ്മീഷൻ, പഞ്ചവത്സര പദ്ധതികൾ ആസൂത്രണം ചെയ്ത പ്ലാനിംഗ് കമ്മീഷൻ. ഇതൊരു സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റിയാണ്. അവരെടുക്കും കംപ്ലീറ്റ് തീരുമാനം, ബാക്കി എല്ലാവരും ഫോളോ ചെയ്യണം. ഇന്ത്യയിൽ അത്ര സ്ട്രിക്റ്റ് അല്ലായിരുന്നു, USSRൽ ഇത് അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിരുന്നു. ക്ലിയർ ആണോ? അങ്ങനെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തു പോകുന്നതുകൊണ്ട്, പഞ്ചവത്സര പദ്ധതികൾ പോലെയൊക്കെ പ്ലാൻ ഉള്ളതുകൊണ്ട് ഇത് പ്ലാൻഡ് എക്കണോമി എന്നറിയപ്പെടുന്നു. ഒരു കേന്ദ്രത്തിലിരുന്നൊരു ഏജന്റ് കമാൻഡ് ചെയ്യുന്നത് കൊണ്ട്, പ്ലാനിംഗ് കമ്മീഷനെ പോലെ അതോറിറ്റി കമാൻഡ് ചെയ്യുന്നതുകൊണ്ട് ഇത് കമാൻഡ് എക്കണോമി എന്നറിയപ്പെടുന്നു. അപ്പോൾ സുഹൃത്തെ മനസ്സിലാക്കുക, സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ മറ്റൊരു പേരാണ് പ്ലാൻഡ് എക്കണോമി, കമാൻഡ് എക്കണോമി. ക്ലിയർ ആണോ? ഫാദർ ഓഫ് സോഷ്യലിസം, ഫാദർ ഓഫ് കമ്മ്യൂണിസം, ഇതൊക്കെ ഒരാൾ തന്നെയാണ്, കാൾ മാർക്സ്.
അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്നുള്ള ആശയം ആരിൽ നിന്നും വന്നു? ആഡം സ്മിത്തിൽ നിന്നും വന്നു. സോഷ്യലിസ്റ്റ് എക്കണോമി എന്നുള്ള ആശയം ആരിൽ നിന്നും വന്നു? കാൾ മാർക്സിൽ നിന്നും വന്നു. ക്ലിയർ ആണോ? വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യലിസ്റ്റ് എക്കണോമി? എന്തൊക്കെയാണ് മെയിൻ ഫീച്ചേഴ്സ്? ഒന്ന്, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഓൺഡ് ബൈ ദ ഗവൺമെൻറ്. എല്ലാ സാധനങ്ങളുടെയും ഓണർഷിപ്പ് സ്റ്റേറ്റ് ആയിരിക്കും. എല്ലാ സാധനങ്ങളുടെയും ഓണർഷിപ്പ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്, രാഷ്ട്രമായിരിക്കും. പ്രൈവറ്റ് ഓണർഷിപ്പ് എന്നൊരു കോൺസെപ്റ്റ് ഇല്ല കേട്ടോ. പ്ലാനിങ് ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട്. ഒരു കേന്ദ്ര അതോറിറ്റി എന്ന് കൃത്യമായി പ്ലാൻ ചെയ്തിട്ടായിരിക്കും സാധനങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. വേറെ താഴത്തുള്ള യൂണിറ്റുകളുടെ സജഷൻ കാര്യങ്ങൾ എടുക്കുമോ, ഇതൊന്നും പറയാൻ പറ്റില്ല. കേന്ദ്ര അതോറിറ്റി തീരുമാനിക്കുന്നു, ബാക്കിയുള്ളവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. നമ്മൾ പറയില്ലേ വൺ സൈസ് ഫിറ്റ്സ് ഓൾ, അല്ലെങ്കിൽ വൺ സൈസ് വിൽ നോട്ട് ഫിറ്റ് എവ്രി വൺ എന്ന് നമ്മൾ പറയില്ലേ. ഒരു സാധനം എല്ലാവർക്കും ഫിറ്റ് ആവില്ല. എന്നാൽ ഈ കേസിൽ ഒരു സാധനം എല്ലാവർക്കും ഫിറ്റ് ആവണം. ഒരു പോളിസി എല്ലാവർക്കും ഒരുപോലെ, അങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന ഒരു സാധനം ഇതിനകത്ത് വരാം. 3, സോഷ്യൽ വെൽഫെയർ ഈസ് ദ ഗൈഡിങ് പ്രിൻസിപ്പിൾ. വെൽഫെയർ ഉറപ്പുവരുത്തും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പേപ്പറിൽ അതാണ് നമുക്ക് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഒരാളിലേക്ക് അനാവശ്യമായിട്ട് അധികാരം കാര്യങ്ങൾ വരുമ്പോൾ അയാൾ കറപ്റ്റഡ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അയാൾ കറപ്റ്റഡ് ആകുമ്പോൾ ആ സിസ്റ്റം ഭയങ്കര കറപ്റ്റഡ് ആകും. പല സോഷ്യലിസ്റ്റ് എക്കണോമിയിലും ഭയങ്കര കറപ്ഷൻ ഉണ്ട്. കാരണം എന്താ? നമുക്കൊരു അനാവശ്യ ജോബ് സെക്യൂരിറ്റി ഉണ്ട്, പറഞ്ഞു വിടാൻ സാധിക്കില്ല. വില്ലേജ് ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലേ, നാളെ വരൂ പിന്നെ വരൂ എന്നുള്ളൊരു സാധനമല്ലേ. ലീവ് എടുത്തായിരിക്കും നമ്മൾ ചെല്ലുന്നത്. അത് ഞാനെന്തിനാ അറിയണേ, പിന്നെ വരും, ആളില്ല, ലീവിലാണ്, ചായ കുടിച്ചിട്ട് വരാം, അല്ലെങ്കിൽ ഫോണിൽ തോണ്ടിക്കൊണ്ട് അവിടെ ഇരിക്കുക, ഈ സാധനമല്ലേ. അത് എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരാം കേട്ടോ. 4, ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ ആവശ്യമില്ല. കാരണം എന്താ? കേന്ദ്രമാണ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ കാർ പ്രൊഡക്ഷൻ ആണെങ്കിൽ ഒറ്റ കമ്പനി, ബൈക്ക് പ്രൊഡക്ഷൻ ആണെങ്കിൽ ഒറ്റ കമ്പനി, ഇലക്ട്രിസിറ്റി ആണെങ്കിൽ ഒറ്റ കമ്പനി. അപ്പോൾ കോമ്പറ്റീഷൻ ആവശ്യമില്ല. ക്ലിയർ ആണോ? 5, ഇക്വാലിറ്റി ഓഫ് ഇൻകം. കാരണം എന്താ? എക്സ്ട്രീംലി സോഷ്യലിസ്റ്റിക് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള സൊസൈറ്റി ആണെങ്കിൽ ദർ ഇസ് നോ കോൺസെപ്റ്റ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. സ്വന്തമായിട്ട് വീടോ കാറോ പരിപാടിയോ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. എല്ലാവർക്കും ഒരേ ഇൻകം, പണിയെടുക്കുന്നവനും എടുക്കാത്തവനും ഒരേ ഇൻകം. ഈക്വൽ ഓപ്പർച്യൂണിറ്റി, തുല്യമായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതിന് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്. വൃത്തിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ തുല്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി, ഈക്വൽ ഓപ്പർച്യൂണിറ്റി, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണെന്ന് പറയുക. അവസര സമത്വം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫീച്ചർ അല്ലേ. എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ഹെൽത്ത് കിട്ടുക, ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടുക, പല ഫണ്ടമെൻ്റൽ റൈറ്റ്സും നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇഫ് ഇംപ്ലിമെൻറ്റഡ് പ്രോപ്പർലി സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഭയങ്കര മനോഹരമാണ്. പക്ഷേ അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങൾ കുറവാണ് എന്നുള്ളതാണ് കേട്ടോ. അടുത്ത പോയിന്റ്, ദർ ഈസ് എ ക്ലാസ്ലെസ് സൊസൈറ്റി. ഉള്ളവൻ ഇല്ലാത്തവൻ എന്നൊരു സാധനമില്ല. പക്ഷെ ലോകത്തിൽ ഒരു രാജ്യത്ത് പോലും, ഒരു സോഷ്യലിസ്റ്റ് രാജ്യത്ത് പോലും, ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് പോലും ഉള്ളവനും ഇല്ലാത്തവനായിട്ട് ഉണ്ടായിട്ടില്ല. നിങ്ങൾ റഷ്യയിലേക്ക് വരിക. റഷ്യ നമ്മൾ വിളിക്കുന്ന ഒളിഗാർക്കി എന്നാണ്. റൂൾഡ് ബൈ ഫ്യൂ. ഉള്ള കുറച്ച് ആളുകൾ ബാക്കിയുള്ള എല്ലാവരെയും ഭരിക്കുന്ന ഏർപ്പാട്. അപ്പോൾ ഉള്ളവൻ ഇല്ലാത്തവൻ എന്നുള്ള സാധനമൊന്നും ഒരിക്കലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഓക്കെ, എന്തൊക്കെയാണ് സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ മെറിറ്റ്സ്? 1, ഇനിക്വാലിറ്റികൾ കുറഞ്ഞു വരും. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഡിഫറൻസ് കുറഞ്ഞു വരും. 2, ഈക്വൽ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. എല്ലാവർക്കും ഒരുപോലെ റിസോഴ്സ് കിട്ടും. നല്ല കാര്യമല്ലേ? അതിൽ തന്നെ മോശമുണ്ട് കേട്ടോ. 3, ആബ്സെൻസ് ഓഫ് ക്ലാസ് കോൺഫ്ലിക്റ്റ്. ഉള്ളവനും ഇല്ലാത്തവനും ഇല്ല, അപ്പോൾ പിന്നെ അവർ തമ്മിൽ പ്രശ്നമില്ല. എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീമെറിറ്റ്സ്? 1, റെഡ് ടേപ്പിസം, ചുവപ്പ് നാട. ഇന്ത്യയിൽ ഒരു ബിസിനസ് തുടങ്ങാൻ എത്രത്തോളം പാടാണ്, കേരളത്തിലൊരു ബിസിനസ് തുടങ്ങാൻ എത്രത്തോളം പാടാണ്. നിങ്ങൾ ആരെങ്കിലും ഒരു പെട്ടിക്കട തുറന്നാനുള്ള പെർമിഷനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഗവൺമെൻറ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 10 പേരുടെ കൈയും കാലം പിടിക്കണം. ക്ലർക്ക് മുതൽ മുകളിലേക്കുള്ള ആളുകൾക്ക് നമ്മൾ കൈ മുടക്ക് കൊടുക്കണം. നമ്മുടെ ഫയൽ അവിടെ കിടക്കും. എത്രയോ പ്രവാസികളാണ് വർഷങ്ങൾ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആളുകൾ കൊടിയും പിടിച്ചുകൊണ്ടില്ല അല്ലേ? ഈ കൊടി പിടിച്ചുകൊണ്ടില്ലെന്ന് ആരെങ്കിലും അയക്കുന്നതായിരിക്കും. കാരണം അയാൾക്ക് കിട്ടേണ്ടുന്ന സാധനം കിട്ടിയിട്ടില്ല. അല്ലാതെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉയർത്തപ്പെടുന്ന കൊടികളുടെ എണ്ണമൊക്കെ താരതമ്യേന കുറവാണ്. അത് ഗവൺമെൻറ്റിലേക്ക് വരുമ്പോൾ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുന്നു എന്ന പ്രയോഗമുണ്ട്. ഫയലിന് ഒരു ചുവപ്പ് നാടയുണ്ടല്ലോ, അതാണ് റെഡ് ടേപ്പിസം എന്ന് പറയുന്നത്. ബ്യൂറോക്രാറ്റിക് ലെത്താർജി. എന്തൊക്കെ കാണിച്ചാലും എന്നെ പറഞ്ഞു വിടില്ല. നമ്മൾ ഗവൺമെൻറ് ജോലിയിൽ ജോബ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ അതിന് നെഗറ്റീവ് സൈഡാണ്. എന്തൊക്കെ കാണിച്ചാലും പറഞ്ഞു വിടില്ല. പിന്നെ ഞാൻ എന്തിനാ പണിയെടുക്കണേ? 2, ലാക്ക് ഓഫ് ഇൻസെൻറ്റീവ്സ് ഫോർ ഹാർഡ് വർക്ക് ആൻഡ് എഫിഷ്യൻസി. ഞാൻ എഫിഷ്യൻ്റ് ആണ്, ഞാൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, ഞാൻ ഇന്നോവേറ്റീവ് ആണ്. അതിനെന്താ? താൻ എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും തനിക്കൊരു ഗുണവുമില്ല. കാരണം എന്താ? ഹാർഡ് വർക്കിനോ എഫിഷ്യൻസിക്കോ ഇവിടെ ഒരു സ്കോപ്പില്ല. കാരണം എല്ലാം ഒരാൾ പ്ലാൻ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്ന സാധനമാണ്. കൺസ്യൂമേഴ്സ് ഡു നോട്ട് എൻജോയ് ഫ്രീഡം. കാരണം എന്താ? നമുക്ക് ഫ്രീഡം ഓഫ് ചോയ്സ് ഇല്ല. ഒരുപാട് ഗുഡ്സ്, ഒരുപാട് സർവീസസ് ഇല്ല. ഇതാണോ നല്ലത്, അതാണോ നല്ലത്? സ്വിഗ്ഗിയിൽ ഓഫർ ഇല്ല, സൊമാറ്റോയിൽ പോകാൻ പറ്റൂല. കാരണം ഒരു ഒറ്റ സാധനമേ ഉള്ളൂ. കുടുംബശ്രീ നേരിട്ട് വീട്ടിൽ കൊണ്ടു തരും. മീൻ കൊള്ളൂല്ലെങ്കിൽ കഴിക്കണ്ട, പട്ടിണി കിടന്നു എന്ന് പറയും. ഓക്കെ. 4, കോൺസെൻട്രേഷൻ ഓഫ് പവർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് സ്റ്റേറ്റ്. ഇവിടെയാണ് പ്രശ്നം. അധികാരം ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വ്യക്തിയിലേക്ക്, ഒരു ഗ്രൂപ്പിലേക്ക്, രാഷ്ട്രത്തിലേക്ക് പോകുമ്പോൾ ഇഫ് ദേ ആർ ഗെറ്റിംഗ് കറപ്റ്റഡ്,
അവർ അഴിമതിക്കാരായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ ഒരു എന്താ പറയുക ഏകാധിപതികളെ പോലെ പെരുമാറിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകും. നോർത്ത് കൊറിയ, ഇപ്പോഴത്തെ റഷ്യ, വ്ളാഡിമിർ പുടിൻ്റെ റഷ്യയൊക്കെ ഭയങ്കരമായ ഉദാഹരണങ്ങളാണ്. സി ജിൻപിങ്ങിൻ്റെ ചൈന, ക്യൂബ, നോർത്ത് കൊറിയ. അപ്പോൾ ഇത് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്നോട് ഒരിക്കലും ദേഷ്യം തോന്നരുത്. കമ്മ്യൂണിസം എന്ന് പറയുന്ന സിസ്റ്റത്തിന് അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജുകളുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജുകളുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് ഡിസഡ്വാൻറ്റേജുകളാണ്. അപ്പോൾ വേറെ പാർട്ടിക്കാർക്ക് എന്നോട് വിഷമവും തോന്നരുത് കേട്ടോ. അപ്പോൾ ഈ നല്ല സാധനങ്ങളും ഈ മോശം സാധനങ്ങളും എല്ലാത്തിലും ഉണ്ട് ആണല്ലോ. രണ്ടിലെയും നല്ല സാധനങ്ങൾ എടുത്ത് മിക്സ് ചെയ്യാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും മിക്സഡ് എക്കണോമി. പിന്നെ മിക്സഡ് എക്കണോമി നമുക്ക് പ്രൈവറ്റ് സ്ഥാപനങ്ങളുമുണ്ട്, പബ്ലിക് സ്ഥാപനങ്ങളുമുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കേസിലേക്ക് വരുമ്പോൾ, നമുക്ക് കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഗവൺമെൻറ് സ്കൂളുകളുണ്ട്, വിദ്യാഭ്യാസം കൊടുക്കുന്ന സൈലം പോലുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട്. അതിനർത്ഥം എന്താ? ഇന്ത്യ ഒരു മിക്സഡ് എക്കണോമിയാണ്. രണ്ട് ഫീച്ചേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ, എ കോമ്പിനേഷൻ ഓഫ് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് ഫീച്ചേഴ്സ്. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് എന്താ? രണ്ടിൻ്റെയും നെഗറ്റീവ്സിനെ എലിമിനേറ്റ് ചെയ്യണമെന്നാണ്. ഇന്ത്യയാണ് ഏറ്റവും വലിയ ഉദാഹരണം. ഇന്ത്യ എന്ത് തരം എക്കണോമിയാണെന്ന് എത്രയോ തവണ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ബ്രസീൽ എന്നൊക്കെ പറയും. ലോകത്തിലെ ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും ഇന്ന് രണ്ടുമുണ്ട്. ചില സ്ഥലങ്ങളിൽ ക്യാപിറ്റലിസം കൂടുതലാണ്, US ഉദാഹരണം. ചില സ്ഥലങ്ങളിൽ സോഷ്യലിസം കൂടുതലാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസം കൂടുതലാണ്, ചൈന, റഷ്യ ഉദാഹരണം. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഒന്ന്, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. അതിന് പ്രൈവറ്റ് ഓണർഷിപ്പും ഉണ്ടാവും, പബ്ലിക് ഓണർഷിപ്പും ഉണ്ടാവും, കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. രണ്ട്, ഫ്രീഡം ടു ഓൺ റിസോഴ്സസ്. നമുക്ക് ചില മേഖലകളിൽ നമുക്ക് സ്വന്തമായിട്ട് സാധനങ്ങൾ ഓൺ ചെയ്യാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ള ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പാരലലി ഗവൺമെൻറ് കൺട്രോളും ഉണ്ടാവും. ഗവൺമെൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള റെഗുലേഷൻ അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അത് ആക്ച്വലി നല്ലതല്ലേ? ആവശ്യത്തിന് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ വേണം. കുറേയൊക്കെ നമ്മൾ സിസ്റ്റത്തിനെ ഭയപ്പെടേണ്ട ആവശ്യമുണ്ട്. സിസ്റ്റത്തിനെ ഭയപ്പെടുമെന്ന് പറയുമ്പോൾ അത് ഭയങ്കര നെഗറ്റീവായിട്ട് ആളുകൾ പറയും. ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണെങ്കിൽ കുഴപ്പമില്ല. 150 കോടി ജനങ്ങളിൽ അതിൽ 100 കോടി ജനങ്ങൾ സിവിലൈസ്ഡ് അല്ല എങ്കിൽ, ഒന്നിനെയും പേടിയില്ലാത്തവരാണെങ്കിൽ പിന്നെ എങ്ങനെ സിസ്റ്റം മുന്നോട്ട് പോവുക? പോലീസിനെ പേടിക്കരുത്, ജനമൈത്രി പോലീസ് എന്ന് പറയും. പോലീസുകാർ ക്രിമിനൽസിനോട് അങ്ങനെ ചെയ്യണ തെറ്റല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ദിവസം കഴിയുമ്പോഴത്തേക്കും ക്രിമിനൽസ് അവർ തനി സ്വരൂപം കാണിക്കും. ഇതിൽ നമ്മൾ എന്ത് ന്യായം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള ഗവൺമെൻറ് റെഗുലേഷൻസ് നമുക്ക് ആവശ്യമാണ്. അതൊരു ലിമിറ്റിന് അപ്പുറം പോകരുത്, എൻ്റെ അവകാശ ലംഘനമാകരുത്. ആ ഗവൺമെൻറ് റെഗുലേഷനോട് എനിക്ക് പേടി വേണം, അല്ലെങ്കിൽ അത് ഒബേ ചെയ്യാൻ പറ്റുന്ന ഒരു ലോ അബൈഡിങ് സിറ്റിസൺ ആയിരിക്കണം ഞാൻ. അതാണ് മിക്സഡ് എക്കണോമിയുടെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. വാട്ട് ആർ ദ മെറിറ്റ്സ്? ഒന്ന്, ക്യാപിറ്റലിസ്റ്റിൻ്റെ അഡ്വാൻറ്റേജ് ഇവിടെയുണ്ട്, സോഷ്യലിസ്റ്റിൻ്റെ അഡ്വാൻറ്റേജ് ഇവിടെയുണ്ട്. നോക്കിയേ, പ്രൊമോട്ട്സ് റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത്. അതായത് പ്രൈവറ്റ് കമ്പനികളുണ്ട്, അതേസമയം തന്നെ പബ്ലിക് റിക്വയർമെൻറ്റ്സ്, വെൽഫെയറും നമുക്ക് ഉറപ്പുവരുത്തുന്നുണ്ട്. IRCTC എന്ന് പറയുന്ന സാധനത്തിൽ കുറേ ആസ്പെക്ട്സ് കൊമേഴ്ഷ്യലൈസ് ചെയ്തപ്പോൾ അതേ സമയത്ത് തന്നെ ഒരുപാട് റേറ്റ് ഇപ്പോൾ കൂട്ടിയിട്ടില്ല. അപ്പോൾ വെൽഫെയറും ഉണ്ട്, പ്രോപ്പർ സർവീസുകളും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ക്ലിയർ? രണ്ട്, എക്കണോമിക് ഇക്വാലിറ്റി കുറേ കൂടെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം നമ്മുടെ നാട്ടിലൊരു സാധനമുണ്ട്, പ്രോഗ്രസീവ് റേറ്റ്സ് ഓഫ് ടാക്സേഷൻ. എല്ലാവർക്കും 10% ടാക്സ് അല്ല, വരുമാനം കൂടുന്നതിനനുസരിച്ച് ടാക്സേഷൻ കൂടുന്നു. ആളുടെ കയ്യിൽ കുറവാണെങ്കിൽ ഇൻകം ടാക്സ് അതിനനുസരിച്ച് കുറവായിരിക്കും. പക്ഷേ അല്ലാത്ത ടാക്സ് ഉണ്ട് കേട്ടോ, റിഗ്രസീവ് ടാക്സ് ഉണ്ട്. ഉദാഹരണം GST. ഞാൻ പാരങ്ങളിൽ പോയി ബിരിയാണി കഴിച്ചാൽ എത്ര ടാക്സ് കൊടുക്കണോ അതേ ടാക്സ് തന്നെയാണ് അംബാനി ചേട്ടൻ കഴിച്ചാലും, അദാനി ചേട്ടൻ കഴിച്ചാലും, യൂസഫ് അലി ചേട്ടൻ കഴിച്ചാലും, അല്ലെങ്കിൽ കേരള മുഖ്യമന്ത്രി കഴിച്ചാലും, പ്രധാനമന്ത്രി കഴിച്ചാലും എല്ലാവരും ഒരു ടാക്സാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് അങ്ങനത്തെ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് റിഗ്രസീവ് ടാക്സ് ആണ്. അത് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാം. എന്നാൽ നമ്മുടെ നാട്ടിൽ പ്രോഗ്രസീവ് ടാക്സേഷൻ ഉണ്ട്. അടുത്തത് 3, പ്രോപ്പറായിട്ടുള്ള ഗവൺമെൻറ് സേഫ് ഗാർഡ്സ് ഉണ്ട്. ഗവൺമെൻറ് എന്ന് പറയുന്നത് വീക്കർ സെക്ഷനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കാലാകാലങ്ങളായിട്ട് വിവേചനം അനുഭവിച്ചു വന്നിട്ടുള്ള ഒരു കൂട്ടരാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്. ഇന്നും പല രീതിയിലുള്ള വിവേചനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി പറയുമ്പോഴും, പൊതുജോലിയിൽ അവസര സമത്വം പറയുമ്പോഴും റിസർവേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ഇറ്റ് ഈസ് ഡിസ്ക്രിമിനേഷൻ, ബട്ട് ഇറ്റ് ഈസ് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ ഓർ അഫർമേറ്റീവ് ആക്ഷൻ. അപ്പോൾ അങ്ങനെ പ്രോപ്പറായിട്ടുള്ള ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ നമുക്ക് ആവശ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൻ്റെ സബ് ക്ലോസിലാണ് ഈ പറയുന്ന റിസർവേഷൻ എന്നുള്ള കോൺസെപ്റ്റ് പറയുന്നത് എന്നൊന്ന് കമൻ്റായിട്ട് പറയണം. എന്തൊക്കെയാണ് ഡീമെറിറ്റ്സ്? സോഷ്യലിസ്റ്റ് സിസ്റ്റത്തിൻ്റെയും ക്യാപിറ്റലിസ്റ്റിൻ്റെയും ഡീമെറിറ്റുകൾ എന്തൊക്കെയാണോ അതൊക്കെ ഇവിടെയുണ്ട്. ക്യാപിറ്റലിസ്റ്റിൻ്റെ ഡീമെറിറ്റാണ് ഇനിക്വാലിറ്റി, സമത്വമില്ലായ്മ. സോഷ്യലിസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഡീമെറിറ്റാണ് ഇൻഎഫിഷ്യൻസി, പണിയെടുക്കില്ലായ്മ. അതിവിടെയുണ്ട്. ലാക്ക് ഓഫ് കോർഡിനേഷൻ. നമ്മൾ കണ്ടിട്ടില്ലേ, പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും എന്നുള്ളത് തന്നെയല്ല. റോഡ് വൃത്തിക്കിട്ട് ആറ് ചെയ്ത് കഴിയുമ്പോൾ പിറ്റേ ദിവസം വരച്ചിട്ട് കുഴിയെടുക്കുന്ന കണ്ടിട്ടില്ലേ? ലാക്ക് ഓഫ് കോർഡിനേഷൻ പബ്ലിക് സെക്ടറിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രൈവറ്റും പബ്ലിക്കും കൂടെ ചേരുമ്പോഴും പ്രശ്നമുണ്ട്. കാരണം ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം വെൽഫെയർ ആണെങ്കിൽ പ്രൈവറ്റിൻ്റെ ഉദ്ദേശം ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മോസ്റ്റ് ഓഫ് ദ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ആർ ഇൻഎഫിഷ്യൻറ്റ്.
നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ എത്ര പബ്ലിക് സെക്ടർ കമ്പനികൾ അടിപൊളിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്? ചിലതുണ്ട് കേട്ടോ, നവരത്ന കമ്പനികളൊക്കെ ഉണ്ട്. അങ്ങനെയല്ലാത്ത എത്രയോ കണക്കിന് കമ്പനികൾ ഒളിഞ്ഞ ബിൽഡിങ്ങുകളും മറ്റുമായിട്ട് ഇന്നും പ്രവർത്തിക്കുന്ന സാധനങ്ങളുണ്ട്. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു കമ്പനി ഉണ്ടെങ്കിൽ, അങ്ങനെ നഷ്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പബ്ലിക് സെക്ടർ കമ്പനി ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് പറയണം. ഓക്കെ. ഫിയർ ഓഫ് നാഷണലൈസേഷൻ. ഒരു പേടി ഉണ്ടാവും എപ്പോഴും, ഗവൺമെൻറ് ഏറ്റെടുക്കുമോ എന്നുള്ളൊരു പേടി. എപ്പോഴും ഗവൺമെൻറ് ഏറ്റെടുക്കുമോ എന്നുള്ളൊരു പേടി നമുക്കുണ്ടാവും. എയർ ഇന്ത്യ പണ്ട് കാലത്ത് ഏറ്റെടുത്തു, ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരുന്നു, തിരിച്ച് ടാറ്റയുടെ കയ്യിലേക്ക് വന്ന കേസൊക്കെ നമുക്കറിയാം. നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഗവൺമെൻറ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഇല്ലേ? ഇനി നിങ്ങൾക്ക് എൻ്റെ മലയാളത്തിലേക്ക് വരാം. മലയാളം പെട്ടെന്ന് പറഞ്ഞുതരാം. ഒന്ന്, ക്യാപിറ്റലിസ്റ്റ് എക്കണോമി, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് മാർക്കറ്റാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇത് കമ്പോള സമ്പദ് വ്യവസ്ഥ എന്ന് അറിയപ്പെടുന്നു. ഇതിൽ പ്രൈസ് എന്ന് പറയുന്ന സാധനമാണ് എല്ലാം തീരുമാനിക്കുന്നത്, അല്ലേ? പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി കുറയുന്നു, ഡിമാൻഡ് സപ്ലൈ പ്രൈസ്. അതുകൊണ്ട് പ്രൈസ് മെക്കാനിസം, വില സംവിധാനം ഇതിൻ്റെ വലിയൊരു ഫീച്ചറാണ്. ക്ലിയർ ആണോ? ഇതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് പ്രൈസാണ്. സാധനങ്ങളുടെ ഡിമാൻഡ് കൂടുമ്പോൾ പതുക്കെ പ്രൈസ് കൂടും, ഡിമാൻഡ് കുറയുമ്പോൾ പതുക്കെ പ്രൈസ് കുറയും. ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്വർണം. 2, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് തന്നെ പറഞ്ഞത്. ഈ സാധനത്തിനെ നമ്മൾ വിളിക്കുന്നത് ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്നാണ്. നമ്മൾ പഠിച്ചില്ലേ പ്ലാൻഡ് എക്കണോമി. ബാക്കിയുള്ള മലയാളം നമ്മൾ ഡിസ്കസ് ചെയ്താണ്, ഇംഗ്ലീഷിലെ പോയിന്റ് പറഞ്ഞാൽ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ, ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. 3, മിക്സഡ് എക്കണോമി, മിശ്ര സമ്പദ് വ്യവസ്ഥ. ക്യാപിറ്റലിസ്റ്റിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും, സോഷ്യലിസ്റ്റിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. അങ്ങനെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും ചേരുമ്പോൾ മിശ്ര സമ്പദ് വ്യവസ്ഥ കിട്ടുന്നു. ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ ഉദാഹരണമാണ്. ഇത് നമ്മുടെ സ്കൂൾ ബുക്കിൽ തന്നിട്ടുള്ളൊരു ഹോംവർക്കാണ്. ഈ ഹോംവർക്ക് നിങ്ങളും ചെയ്യുക. ഉത്തരം കമൻ്റായിട്ട് പറയുക. എനെ ബിയുമായിട്ട് മാച്ച് ചെയ്യുക. ഇതിപ്പോൾ 1, 2, 3 ഇവിടെ ഞാൻ ABC എന്നിടുന്നു. അപ്പോൾ 1 എന്തുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ 2 എന്തുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്, 3 എന്തുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത് എന്നുള്ളത് കിട്ടുന്നുണ്ടോ നോക്കുക. എന്നിട്ട് ഉത്തരം പറയുക കേട്ടോ. ഓക്കെ. ഒരു കാര്യം കൂടെ പറഞ്ഞാലേ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആര് ഓൺ ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ഉൽപ്പാദന ഘടകങ്ങൾ. നമുക്ക് നമ്മുടെ എക്കണോമിയിൽ ചരക്കുകൾ, ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ, സേവനങ്ങൾ, സർവീസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ചില ഘടകങ്ങളുണ്ട്, ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മുടെ എക്കണോമിയിൽ there are 4 factors of production. 1 ഭൂമി, 1 തൊഴിൽ അല്ലെങ്കിൽ തൊഴിലാളികൾ, പണിയെടുക്കുന്നവർ, 1 മൂലധനം, 1 സംരംഭകർ. ഈ 4 എന്തൊക്കെയാണ്? വാട്ട് ആർ ദ 4 factors of production? വെരി ഇമ്പോർട്ടൻറ്റ്, പലതവണ ചോദിച്ചിട്ടുണ്ട്, നോട്ട് ചെയ്തുകൊള്ളുക. ഭൂമി, ലാൻഡ്. തൊഴിലെടുക്കുന്ന ആളുകൾ, തൊഴിലാളികൾ അല്ലെങ്കിൽ തൊഴിൽ, ലേബർ. അപ്പോൾ 1 ലാൻഡ്, 2 ലേബർ. 3 മൂലധനം, ക്യാപിറ്റൽ. 4 ഓണ്ടർപ്രണർഷിപ്പ്, ഐഡിയ കൊണ്ടുവരുന്നവർ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ കൊണ്ടുവരുന്നവർ, സംരംഭകർ, അവരാണ് ഇവർ കേട്ടോ. അപ്പോൾ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പലതവണ ചോദിച്ചിട്ടുണ്ട്. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്രൈവറ്റ്ലി കൺട്രോൾഡ് ആണെങ്കിൽ അതാണ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. നമ്മൾ പറഞ്ഞു ഇതിനെ കളക്റ്റീവായിട്ട് ഗവൺമെൻറ് ആണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ അതാണ് സോഷ്യലിസ്റ്റ് എക്കണോമി. ക്ലിയർ ആണോ? അപ്പോൾ വാട്ട് ആർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? Factors of production are the inputs used to make goods and services. ലാഭേച്ഛയോടെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വെൽഫെയർ ഓറിയൻറ്റഡ് പ്രവർത്തിക്കുന്ന ഏതൊരു എക്കണോമിയിലും നമുക്ക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആവശ്യമാണ്. ഇതില്ലാതെ പ്രൊഡക്ഷൻ നടക്കില്ല. ആദ്യത്തെ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലാൻഡ്. അഗ്രികൾച്ചറൽ ലാൻഡ് ഒരു ഉദാഹരണമല്ലേ? കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് ഒരു ഉദാഹരണമല്ലേ? ഈ ലാൻഡിൻ്റെ മറ്റൊരു പ്രത്യേകത ഉണ്ട്. ചുമ്മാ നിലം അവിടെ ബിൽഡിംഗ് പണിയാന്ന് മാത്രമല്ല, ഈ ലാൻഡിൽ നിന്നുമാണ് നമുക്ക് പ്രധാനപ്പെട്ട റിസോഴ്സ് കിട്ടുന്നത്. ഓയിൽ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? ഗോൾഡ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഡയമണ്ട് എവിടെ നിന്നാണ് കിട്ടുന്നത്? അയൺ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇതൊക്കെ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ലാൻഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ പ്രകൃതി വിഭവങ്ങളും ഇതിനകത്ത് വരുന്നു. ക്ലിയർ ആണോ? അതായത് ഭൂമിയുടെ ഉപരിതലത്തിലുള്ള സാധനമാകട്ടെ, താഴെ നിന്നും കുഴിച്ചെടുക്കുന്ന സാധനങ്ങളാകട്ടെ, ഇതെല്ലാം ലാൻഡിൽ പെടും. ലാൻഡ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങളിങ്ങനെ ആലോചിച്ചത്, ലാൻഡ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് റെൻറ്റ് കിട്ടും അല്ലേ? സ്ഥലം വാടകയ്ക്ക് കൊടുക്കുന്നതല്ലേ പറഞ്ഞേ? അപ്പോൾ ഭൂമിയുടെ കൂലി എന്ന് പറയുന്നത് വാടകയാണ്. നിങ്ങൾക്ക് ലാൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് വാടക കിട്ടും. ലേബർ,
ഇറ്റ് റെഫേഴ്സ് ടു ദ എഫേർട്ട് എക്സ്പെൻഡഡ് ബൈ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടോ, എക്സ്പെൻഡഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ടു ബ്രിങ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ടു ദ മാർക്കറ്റ്. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സാധനം മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പം എൻ്റെ ഈ ഒരു ക്ലാസ് ഞാനൊരു പ്രൊഡക്റ്റായിട്ട് നിങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ PPT കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്ത് അത് ഇങ്ങനെ എഴുതി ഇങ്ങനെ ഒരു സ്റ്റുഡിയോയിൽ കഷ്ടപ്പെട്ടിരുന്നു ഇത് പ്രസൻറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നില്ലേ, അതിനുവേണ്ടി ഞാനെടുത്ത ഒരു എഫേർട്ടാണ് എൻ്റെ ലേബർ എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ മനുഷ്യൻ്റെയും പ്രയത്നം, അധ്വാനം, അതാണ് ലേബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ കഷ്ടപ്പെടുമ്പോൾ എനിക്കെന്ത് കിട്ടുന്നുണ്ട്, നാളെ സപ്പോസ് ഈ ചാനൽ മോണിറ്റൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് എൻ്റേതായ ശമ്പളം കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, എനിക്ക് വേജസ് കിട്ടും, അധ്വാനത്തിനുള്ള കൂലി, എനിക്ക് ശമ്പളം കിട്ടും, ശമ്പളം. അപ്പം ലാൻഡിന് എനിക്ക് കിട്ടുന്നത് റെൻ്റാണ്, ലേബറിന് എനിക്ക് കിട്ടുന്നത് വേജസ്, ശമ്പളമാണ്. ക്ലിയർ? അടുത്തതാണ് ക്യാപിറ്റൽ. എന്താണ് ക്യാപിറ്റൽ? ക്യാപിറ്റൽ എന്നാൽ മലയാളത്തിൽ നമുക്ക് പറയാം മൂലധനം. എന്താ മൂലധനം? ഇറ്റ് അലൗസ് എ പേഴ്സൺ ഓർ ബിസിനസ് ടു പ്രൊഡ്യൂസ് സർവീസ് ആൻഡ് ഗുഡ്സ്. മൂലധനം എന്ന് പറയുന്നത് പല രീതിയിൽ, അത് കാശ് മാത്രമല്ല കേട്ടോ, വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല. ഒരു കമ്പനിയിൽ ഇരിക്കുന്ന മെഷീനറി എന്ന് പറയുന്നത് ഒരു മൂലധനമാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു IT കമ്പനിയിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് അവരുടെ മൂലധനമാണ്. ഒരു മ്യൂസീഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് അയാളുടെ മൂലധനമാണ്. സോ നിങ്ങളുടെ ക്യാപിറ്റലിന് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? നിങ്ങൾ ആലോചിച്ച് കാശ് മുടക്കുമ്പോൾ പലിശ കിട്ടും. ക്യാപിറ്റലിന് കിട്ടുന്നത് ഇൻട്രസ്റ്റ് ആണ്. മൂലധനത്തിന് കൂലി പലിശയാണ്. ലാൻഡ് റെൻറ്റ് കിട്ടും, ലേബർ ശമ്പളം വേജസ് കിട്ടും. ക്യാപിറ്റൽ നമുക്ക് എന്താ കിട്ടുന്നത്? നിങ്ങൾ കാശ് കൊടുക്കുന്നു, നിങ്ങൾക്ക് പലിശ കിട്ടും. ഫൈനലി നമുക്ക് ആരുണ്ട്? ഓൺട്രപ്രണർഷിപ്പ് എന്ന് നമുക്ക് പറയാം അല്ലേ? സംരംഭകത്വം, സംരംഭകൻ. എന്താ ഈ സാധനം? ലാൻഡ് ഉണ്ടായിട്ടും കാര്യമില്ല, ലേബർ ഉണ്ടായിട്ടും കാര്യമില്ല, ക്യാപിറ്റൽ ഉണ്ടായിട്ടും കാര്യമില്ല. ഈ സാധനം കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു സംരംഭകൻ നമുക്ക് ആവശ്യമാണ്. ഈ ഫാക്ടേഴ്സിനെ ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഒരു പുതിയ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ നാട്ടിൽ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടായിരുന്നു. ഓർക്കുട്ട് എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. ഇതിനെ വളർത്തിയെടുത്ത് മെറ്റയിലേക്ക് വയ്ക്കാൻ വേണ്ടി ഒരാൾക്കേ സാധിച്ചിട്ടുള്ളൂ. ഗൂഗിളിൻ്റെ പല പ്രൊഡക്റ്റുകൾ, സ്വിഗ്ഗി, സൊമാറ്റോ, അല്ലെങ്കിൽ ആക്രി എന്നൊരു ആപ്പുണ്ട്. ആക്രി ആപ്പിനെ പറ്റി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ എന്താണ്? ഒരു സാധനത്തിൽ ഇന്ന പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കി അതിൻ്റെ ഒരു സൊല്യൂഷൻ കൊടുത്ത് ഈ ലാൻഡ് ലേബർ ക്യാപിറ്റലിനെ ക്ലബ് ചെയ്തുകൊണ്ട് ഒരു പുതിയ സർവീസ് അല്ലെങ്കിൽ പുതിയൊരു പ്രൊഡക്റ്റ് ഓഫർ ചെയ്യുന്ന ആളുകൾ അവരുറപ്പായിട്ടും എന്തുണ്ടാക്കും? അവരുറപ്പായിട്ടും ലാഭമുണ്ടാക്കും, പ്രോഫിറ്റ്. സംരംഭകത്വത്തിനുള്ള കൂലി ലാഭമാണ്. അപ്പോൾ പറയട്ടെ, 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ്. ലാൻഡിനാണെങ്കിൽ സ്ഥലത്തിന് നിങ്ങൾക്ക് റെൻറ്റ് കിട്ടും, വാടക കിട്ടും. ലേബറിനാണെങ്കിൽ ശമ്പളം കിട്ടും, വേജസ് കിട്ടും. കാശ് മുടക്കിക്കഴിഞ്ഞാൽ അതിനുള്ള പലിശ കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. സംരംഭകൻ അല്ലെങ്കിൽ സംരംഭകത്തിന് നമുക്ക് ലാഭം കിട്ടും, പ്രോഫിറ്റ് കിട്ടും. ഈ സാധനങ്ങൾ ആര് ഓൺ ചെയ്യുന്നു എന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൈവറ്റ്ലി ഓൺഡ് അല്ലെങ്കിൽ കളക്റ്റീവ്ലി ഓൺഡ്. പ്രൈവറ്റ്ലി ഓൺഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം. കളക്റ്റീവ്ലി ഓൺഡ് ഗവൺമെൻറ് ഓൺഡ് ആണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സിസ്റ്റം എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തൊക്കെ തരം എക്കണോമിയാണ്? അതിൽ ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു മിക്സഡ് എക്കണോമിയാണ്. ക്യാപിറ്റലിസ്റ്റ്, സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ നല്ലതും ചീത്തയുമുള്ള ഒരു എക്കണോമിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ ഇന്ത്യക്കകത്തെ എക്കണോമിക് സെക്ടറുകളെ നമുക്ക് പലതായിട്ട് തരംതിരിക്കാം. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ, ക്വാട്ടേണറി സെക്ടർ, ക്വിനറി സെക്ടർ എന്നൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. ഈ പ്രാഥമിക മേഖലയിൽ എന്തൊക്കെയാണുള്ളത്? ദ്വിതീയ മേഖല, തൃതീയ മേഖല, ഇതൊക്കെ നമ്മളോട് സ്ഥിരം ചോദിക്കാറുള്ള വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. വളരെ 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 സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതൊക്കെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഷമ്മി പറയുന്ന പോലെ മോശം 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 വളരെ മോശം എന്ന് പറയും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ എക്കണോമിക്സിൻ്റെ ക്ലാസ്സിന് നിങ്ങൾ തരുന്ന ഈ ഒരു സ്വീകാര്യത അത് വരാൻ പോകുന്ന എല്ലാ ക്ലാസ്സുകൾക്കും കിട്ടുമെന്ന് വിചാരിക്കുന്നു. എക്കണോമിക്സിൻ്റെ ഒരു ബേസ് സെറ്റാക്കിയിട്ട് നമുക്ക് അടുത്തയിലേക്ക് പോകാം. ഹിസ്റ്ററിയിലേക്കും ജോഗ്രഫിയിലേക്കൊക്കെ പോകാം. കറണ്ട് അഫയേഴ്സിനായിട്ട് നിങ്ങൾ പറഞ്ഞിരുന്നു. കറണ്ട് അഫയേഴ്സ് ഞാൻ നിലവിൽ സ്റ്റാർട്ട് ചെയ്യാത്തത് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാൻ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ചെയ്യാമെന്നുള്ളതുകൊണ്ടാണ്. മന്ത്ലി വൺസെങ്കിലും ഞാനത് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. NCERTയുടെ പണിപ്പുരയിലാണ് ഞാൻ. NCERT ഞാൻ ഉണ്ടാക്കുന്നതല്ല, NCERT നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്ന പണിപ്പുരയിലാണ് ഞാൻ. അതും ഈ അടുത്ത് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കണം. ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കേ. മറക്കണ്ട, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഡെയിലി പോൾ കാര്യങ്ങളൊക്കെ എടുക്കുക, നല്ലപോലെ പഠിക്കുക, സംശയങ്ങളോട് ചോദിക്കുക. വേറൊരു സെഷനിൽ വീണ്ടും കാണാം. ബൈ.